ഹലോ, ഞാൻ രാഗില. ഞാൻ ശ്രീകാന്ത്. എല്ലാവർക്കും എസ്എഹാം ഡോറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വീടും സ്ഥലവും പരിചയപ്പെടുത്താനാണ്. ഈ വീട് വരുന്നത് കണ്ണൂർ ജില്ലയിലെ കുഞ്ഞിമംഗലം കണ്ടംകുളങ്ങര എന്ന സ്ഥലത്താണ്. നമ്മുടെ വീട് എന്ന് പറയുന്നത് റോഡിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് വരുന്നത്. അതായത് നമ്മൾ പയ്യന്നൂർ എടാട്ട് കോളേജ് സ്റ്റോപ്പിൽ നിന്ന് നമ്മൾ കുഞ്ഞിമംഗലം ഭാഗത്തേക്ക് പോകുന്ന സ്ഥലത്താണ്, അവിടെയാണ് ഈ ഒരു കണ്ടംകുളങ്ങര എന്ന് പറഞ്ഞ സ്ഥലം വരുന്നത്. ആ ഒരു റോഡിൻ്റെ തൊട്ടടുത്താണ് ഈ ഒരു കാണുന്ന വീട് വരുന്നത്. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. എടാട്ട് കോളേജ് സ്റ്റോപ്പ്, ആ സ്റ്റോപ്പിൽ നിന്നാണ് കുഞ്ഞിമംഗലം ഭാഗത്തേക്കുള്ള റോഡ് വരുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള റോഡാണ്, നല്ലൊരു സ്ഥലമാണ്, നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. ധാരാളം അമ്പലങ്ങളും പള്ളികളും ഒക്കെയുള്ള ഒരു സ്ഥലമാണിത്. നമ്മുടെ ഈ ഒരു സ്ഥലം വരുന്നത് കണ്ടംകുളങ്ങര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഈ റോഡിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു വീട് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള 2 ബെഡ്റൂം വീടാണ്. ചുറ്റും കോമ്പൗണ്ട് വാളും ഗേറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. മുകളിൽ ഷീറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളൊക്കെ അതിൻ്റെ ഡീറ്റെയിലേക്ക് വരാം. ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്, ഇതിൻ്റെ ഡോറ് ഫേസ് ചെയ്തിട്ടുള്ളത് നോർത്ത് ഫേസ് എന്നുള്ള രീതിയിലാണ്. അതിൻ്റെ ഒരു സിറ്റ് ഔട്ടും ബാക്കി കാര്യങ്ങളൊക്കെ വരുന്നത് കിഴക്ക് വശത്തേക്കായിട്ടാണ്. നമുക്കിനി ഈ വീടിൻ്റെ മറ്റ് കാര്യങ്ങളിലേക്ക് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ സിറ്റ് ഔട്ട് വരുന്നത്. സിറ്റ് ഔട്ടിൽ ഒരു നല്ലൊരു ഡോറ് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ടൊരു ജനലും വരുന്നുണ്ട്. ടൈൽസാണ് യൂസ് ചെയ്തിട്ടുള്ളത്, വെട്രിഫൈഡ് ടൈൽസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ മെയിൻ ഡോർ കയറി നേരെ പോകുന്നത് നമ്മുടെ ലിവിങ് ഏരിയയിലേക്കാണ് പോകുന്നത്. അത്യാവശ്യം ലെങ്ത്തുള്ള ഒരു ലിവിങ് ഏരിയ ആണ്. അവിടെ ഒരു വിൻഡോവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ലിവിങ് ഏരിയയുടെ ഒരു വശത്തായിട്ട് 4 പാളിയിലെ ജനലും ഒരു സൈഡിലായിട്ട് 2 പാളിയിലെ ജനൽ കൊടുത്തുകൊണ്ട് തന്നെ നല്ല വെളിച്ചം ഈ ഒരു ഹോളിന് നൽകുന്നുണ്ട്. ഹോളിൽ നിന്ന് നേരെ പോകുന്നത് ബെഡ്റൂമിലേക്കാണ്. ബെഡ്റൂം നല്ല ഒരു സ്പേസ് ഉള്ള ഒരു ബെഡ്റൂം തന്നെയാണ്. 2 ഭാഗത്തും 3 പാളിയിലെ ജനൽ കൊടുത്തിട്ടുണ്ട്. നല്ല ഏരിയ ഉണ്ട് ആ ഒരു ബെഡ്റൂമിന് തന്നെ. സാധാരണ ഇങ്ങനത്തെ വീടുകളിലെല്ലാം എന്ന് വെച്ചാൽ കുറച്ച് കൺജസ്റ്റഡ് ആയിരിക്കും, പക്ഷെ ഇതങ്ങനെയല്ല, നല്ല വലിപ്പമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ്. ഒരു ഐവറി ഷെയ്ഡിലെ ടൈൽസാണ് എൻ്റെ ഒരു വീട് ചെയ്തിട്ടുള്ളത്.
നമ്മുടെ ആ ഒരു ഹോളിൻ്റെയും ആ ഒരു ബെഡ്റൂമിൻ്റെയും ഗ്യാപ്പിൽ വരുന്ന ഭാഗത്താണ് ടോയ്ലറ്റ് വരുന്നത്. ടോയ്ലറ്റിനെ പറ്റി നമുക്ക് പിന്നീട് സംസാരിക്കാം. നമുക്കിനി അടുത്തൊരു ബെഡ്റൂമിലേക്ക് പ്രവേശിക്കാം. ഇതാണ് ഈ ഒരു വീടിൻ്റെ സെക്കൻഡ് ബെഡ്റൂം വരുന്നത്. ഞാൻ നേരത്തെ കാണിച്ച ബെഡ്റൂമിൻ്റെ അതേ സ്പേസ് തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിനും വരുന്നത്. അത്യാവശ്യം ഷോക്കേസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു തട്ടും കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഷെൽഫ് ഇവിടെ ഉണ്ട്. എന്നിട്ട് തന്നെ ഈ റൂമിന് നല്ല സ്പേസ് ഉണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു ബെഡും കാര്യങ്ങളൊക്കെ ഇട്ടാൽ തന്നെ നല്ലൊരു സ്പേസ് ഈ ഒരു റൂമിന് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ ഒരു ഹോളിൻ്റെയും ആ ബെഡ്റൂമിൻ്റെ ആ ഒരു ഗ്യാപ്പിലാണ് രണ്ട് വശത്തായിട്ട്, ഒരു വശത്ത് ബാത്റൂമും മറ്റേ വശത്തായിട്ട് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാത്റൂമും കാര്യങ്ങളൊക്കെ വരുന്നത്. ഷവർ ഏരിയയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഒരു സൈഡിൽ വരുന്നുണ്ട്. ഒരു ചെക്ക് ടൈപ്പിലെ ഡിസൈനാണ് ഈ ഒരു ടൈൽസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡായിട്ടാണ് ഇതിൻ്റെ ടോയ്ലറ്റ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടൊരു വാഷ് ഏരിയ വരുന്നുണ്ട്. അതായത് ഓപ്പോസിറ്റ് ഒരു സൈഡിൽ ബാത്റൂമും ഒരു സൈഡ് ടോയ്ലറ്റും എന്ന രീതിയിലാണ് വരുന്നത്. ഇനി ഒരു വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ആ വീടിൻ്റെ കിച്ചണാണ്. കിച്ചൺ വരുന്നത് ഹോളിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. അതായത് വടക്ക് കിഴക്ക് ദിശയിലായിട്ടാണ് ഈ ഒരു കിച്ചൺ വരുന്നത്. ഈ കിച്ചൺ വാളും ടൈലും അതുപോലെ അത്യാവശ്യം കബോർഡ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഇതിൻ്റെ താഴെ ഭാഗത്തും നൽകുന്നുണ്ട്. ചെറിയൊരു കിച്ചൺ ആണെങ്കിൽ നല്ലൊരു കാണാനൊരു ക്യൂട്ടായിട്ടുള്ളൊരു കിച്ചണാണ് വരുന്നത്. ടൈൽസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് കിച്ചൻ്റെ വാളിലും ഫ്ലോറിലൊക്കെ. നിലത്ത് ഒരു കാവ്യ പോലത്തെ സിമെന്റിൽ ചെയ്തിട്ടുള്ളത്. ഇനി കിച്ചണ് നേരെ ഔട്ട് വരുന്നത് വർക്ക് ഏരിയയിലേക്കാണ്. വർക്ക് ഏരിയയിൽ ഗ്രില്ലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു വർക്ക് ഏരിയ വരുന്നത്. വർക്ക് ഏരിയയിൽ സിമെന്റും കാര്യങ്ങളൊക്കെയാണ് ഫ്ലോറിൽ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിൻ്റെ പുറത്തേക്ക് വരുന്ന സമയത്ത് നല്ല സ്പേസ് ഉണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് പറയുന്നത് കുടിവെള്ളമാണ്. കുടിവെള്ളത്തിനായിട്ട് ഇവിടെ ബോർവെല്ലും ഉണ്ട്, അതുപോലെ തന്നെ കിണറും ഉണ്ട്. ഇനിയിപ്പോൾ നമുക്കൊന്ന് കിണറ്റിലെ വെള്ളം ഒന്ന് നമുക്ക് നോക്കാം. നല്ല വെള്ളം തന്നെയാണ്. കുറച്ച് ഇലകളൊക്കെ വീണ് കിടക്കുന്നത് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുത്താൽ നല്ല കിടലായിട്ടുള്ള വെള്ളമാണ്. നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളം തന്നെയാണ് വരുന്നത്. ഇവിടെ ഒരു പൈപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അവിടെ തുണി അലക്കും കാര്യങ്ങളൊക്കെ ഉള്ള ഇത് വരുന്നുണ്ട്. ഇതിന് മുകളിൽ ഷീറ്റ് ഇട്ടുകൊണ്ട് തന്നെ അവിടത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട്. പുറത്തായിട്ട് തന്നെയാണ്, ഒരു ഓപ്പൺ ആയിട്ട് തന്നെയാണ് ഒരു സ്റ്റെയർ കൊടുത്തിട്ടുള്ളത്. നമ്മൾ അത്യാവശ്യം ചെടിയും കാര്യങ്ങളൊക്കെ വെക്കുന്നതിനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഒരു ബാക്ക് ഭാഗത്തൊക്കെ വരുന്നുണ്ട്. ഒരു പുറത്തായിട്ടൊരു ടോയ്ലറ്റും കൂടി വരുന്നുണ്ട്. ഇപ്പം ഈ ഒരു ഭാഗത്തേക്കൂടെയാണ് നമ്മളെ വീട്ടിലേക്ക് വരുന്ന ഒരു വഴി വരുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ മുകളിലേക്ക് പോകുന്ന ആ ഒരു സ്റ്റെയർ വരുന്നത്. ഹാൻഡ് റെയിലും കാര്യങ്ങളൊക്കെ
സ്റ്റെയറിന് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ ടാങ്കും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പം മുകളിൽ ഷീറ്റ് ഇട്ടുകൊണ്ട് തന്നെ നമുക്ക് തുണി ആറിയിടാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അതിനുള്ളൊരു ഏരിയ ഇത് വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വീട് റോഡിൻ്റെ തൊട്ടടുത്ത് തന്നെയാണെന്ന്. അപ്പോൾ ഇതാണ് നമ്മൾ ആ വീടിൻ്റെ മുകളിൽ കയറിയിട്ടുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശരിക്കും നല്ലൊരു രസമുണ്ട്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ തന്നെയാണ്. തൊട്ടടുത്ത് തന്നെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും ഇവിടത്തേക്ക് എത്തിപ്പെടുന്നതിന് നമുക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീടിൻ്റെ കാഴ്ചകൾ വരുന്നത്. ഈ ഒരു വീടിൻ്റെ ഏരിയ ഏകദേശം ഒരു 900 സ്ക്വയർ ഫീറ്റ് വരും. അത്യാവശ്യം നല്ലൊരു ഫേസിങ്ങിലെ സ്പേസും കാര്യങ്ങളൊക്കെ ഈ ഒരു വീടിൻ്റെ ഉള്ളിലകത്തും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. നമ്മുടെ നോർത്ത് വശത്തേക്കാണ് ഈ ഒരു വീടിൻ്റെ എൻട്രൻസ് വരുന്നത്. ഇപ്പോൾ ഫ്രണ്ട് ഡോറ് വരുന്നത് നോർത്ത് ഇതിലേക്കും, അതിൻ്റെ കിഴക്ക് വശത്തേക്കായിട്ടാണ് ഇതിൻ്റെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി അതിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 7.25 സെന്റിലാണ് ഈ 2 BHK വീട് സ്ഥിതി ചെയ്യുന്നത്. ഇതിന് അവർ പറയുന്ന റേറ്റ് 32 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിൾ ആണ്. വീട് സ്ഥലവും കാണുവാനും വാങ്ങുവാനും ആഗ്രഹമുള്ളവർ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് നമ്പർ 9495728975. കൂടാതെ നിങ്ങളുടെ വീടോ സ്ഥലമോ ഞങ്ങളുടെ ചാനൽ വഴി സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്കും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി പിന്നീട് വരാം. അതുവരേക്കും ബൈ.